സദാചാര പോലീസിംഗിനെ കർശനമായി നേരിടാൻ മുഖ്യമന്ത്രി പിണറായി നൽകിയ നിർദ്ദേശം പോലീസ് തലതിരിച്ചാണ് മനസ്സിലാക്കിയത് എന്ന് തോന്നുന്നു. പോലീസ് ചമയുന്ന സദാചാര ഗുണ്ടകളെയാണ് ഇതുവരെ നാം സദാചാര പോലീസ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ സാക്ഷാൽ പോലീസ് തന്നെ സദാചാര പോലീസ് ആവുകയാണ്. തിരുവനന്തപുരത്ത് മ്യൂസിയം വളപ്പിൽ ഒരുമിച്ചിരുന്ന പ്രായപൂർത്തിയായ യുവാവിനെയും യുവതിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പെറ്റി കേസടിച്ചു. പോലീസിൻ്റെ ഇടപെടൽ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത് യുവതിയും യുവാവും പോലീസിന് പണി തിരിച്ചു കൊടുത്തു. നിങ്ങളല്ലേ പറഞ്ഞ ഞങ്ങളിവിടെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇരിക്കുവായിരുന്നു. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് തോളിൽ കൂടെ കൈ ഇട്ടുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വൾഗറായിട്ടിരുന്നെന്ന്? എന്ത് വൾഗറാണായാലും നിങ്ങൾ കണ്ടത്? പറ. തോളിൽ കൂടെ കൈ ഇട്ടുകൊണ്ടിരിക്കണ കെട്ടിപ്പിടുത്താണോ? അപ്പൊ ഈ നേരിട്ടിരുന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിരിക്കും? നേരിട്ടിരുന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ കിടക്കാണെന്ന് പറയൂ? അങ്ങനെ ഇവിടെ നിയമമൊന്നും ഇല്ലല്ലോ. മീശത്ത് അങ്ങനെ ഇരിക്കാൻ പാടില്ല. വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. തോളി കൂടെ കൈയിട്ടിരുന്ന് ഫോൺ നോക്കുവായിരുന്നു. ഒരാണും പെണ്ണും തോളി കൂടെ കൈയിട്ടോണ്ടിരുന്ന വലിയ വൾഗറാണെന്നൊക്കെ പറയുന്നത് എന്ത് നിയമമാണ്? നിങ്ങൾ റൂള് പറ. എന്ത് റൂളാണ് ഞങ്ങൾ ഇവിടെ തെറ്റിച്ചത്? എന്ത് മോശമായിട്ടിരുന്നു? തോളിൽ കൂടെ കൈയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് മോശമാകുന്നത്? തോളിൽ കൂടെ കൈയിടുന്നത് എങ്ങനെയാണ് കെട്ടിപ്പിടുത്താവുന്നത്? അങ്ങനെയാണെങ്കിൽ കൈ തൊട്ടാൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചെന്ന് പറയുമല്ലോ. ഉമ്മ വെച്ചോ? അല്ല പറ, ഉമ്മ വെച്ചോ? ഇവിടെ ഇരുന്ന് നിങ്ങൾ കണ്ടോ ഉമ്മ വയ്ക്കുന്നത്? എങ്കിൽ നിങ്ങൾ തെളിവിട്. ഉമ്മ വെച്ചെങ്കിൽ തെളിവിട്. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും പറയട്ടെ. ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. ഞങ്ങൾ ഉമ്മ വെച്ചോ ഇല്ല എന്നുള്ളതിന് തെളിവിട്. ഉമ്മ വെച്ചോ ഇല്ല എന്നുള്ളതിന് തെളിവിട്. അത് എടുത്ത് കാണില്ല. തെളിവ് കാണിച്ചിട്ട് സ്റ്റേഷനിലോട്ട് വരാം. അപ്പൊ ഇപ്പൊ ഈ പോലീസുകാര് നമ്മളടുത്ത് ഉമ്മ വെച്ചു എന്നൊക്കെ പറയാണ്. ഉമ്മ വെച്ച് അവർ കണ്ടെന്ന് പറയാണ്. ഇല്ലാത്ത ഉമ്മ വെപ്പാണ് അവർ കണ്ടത്. ശരി, ഇനി അവര് വേറെന്തൊക്കെ കണ്ടെന്ന് പറയുന്നത് ചിലപ്പോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൂടെ പോയാൽ അറിയായിരിക്കും. അതെ, അനാശാസ്യം. അപ്പൊ അവരിപ്പൊ കേട്ടോ എന്നൊക്കെ പറയുന്നത് അനാശാസ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരോ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തിനു ഫേസ്ബുക്കിൽ ലൈവ് ഇടണം? നമ്മൾ എന്തിനും പ്രതികരിക്കണം? അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പേടിച്ച് മാപ്പ് പറഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തീരുമാനിച്ചത്. പിങ്ക് പോലീസ് അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാത്ത പോലീസായാലും ഇവരിങ്ങനെ ഇവരുടെ എന്തോ ഒരു മോറൽ റൈറ്റ് ആയിട്ടാണ് അവരങ്ങ് വിചാരിച്ചേക്കുന്നത്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അതിനെ തടയുക എന്നുള്ളത്. എന്നെ എണ്ണം കെട്ടവളെന്ന് വിളിച്ചു. പിന്നെ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ, വീട്ടിൽ കെട്ടിയിട്ട് ചികിത്സിക്കേണ്ട കേസാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്ത ലൈവ് വീഡിയോ ഇടാം അല്ലേ? അതെ. ആണും പെണ്ണും ഇനി പൊതുസ്ഥലത്ത് ഒരുമിച്ചിരിക്കുന്നതിന് മുമ്പ് പോലീസിൻ്റെ അനുവാദം വാങ്ങേണ്ടി വരും. ഇനി കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്താൽ പെറ്റി കേസല്ല, ക്രിമിനൽ കേസ് തന്നെ വരും. കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് പിണറായിയുടെയും ബെഹ്റയുടെയും പോലീസിൻ്റെ ശ്രമം എന്ന് മനസ്സിലാകുന്നില്ല. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.